ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും സാദര പ്രണാമം. ഭക്തി, നമ്മൾക്ക് എല്ലാവർക്കും ഭക്തി ഉണ്ടല്ലേ? ഓരോ വിധത്തിൽ ഓരോ ദേവന്മാരോടൊക്കെ ഒരു ഭക്തിയൊക്കെ ഉണ്ട്. ആ ഭക്തി എങ്ങനെയുള്ളതായിരിക്കണമെന്നറിയാൻ നമുക്ക് രാധാറാണിയുടെ ഒരു കഥ കേട്ടാലോ? ഒരു ദിവസം കൃഷ്ണൻ ഗോപാലൻ്റെ വേഷം കെട്ടി തോർത്തുമുണ്ടൊക്കെ എടുത്ത് ഭസ്മക്കുറിയൊക്കെ ഇട്ട് വൃന്ദാവനത്തിലേക്ക് അങ്ങനെ ഓടാൻ തുടങ്ങി. എന്തിനാണെന്നറിയോ? ഓരോ ഗോപികമാരുടെ അടുത്തും ചെന്നിട്ട് പറയാണ്, ഗോപികമാരെ, നിങ്ങളെ കൃഷ്ണൻ വിളിക്കുന്നു. ആദ്യം ചെല്ലുന്നത് ആരാണോ അവരുമായിട്ടേ കൃഷ്ണൻ നൃത്തം ചെയ്യൂട്ടോ. എവിടെയാണ് കൃഷ്ണനെന്നോ ഗോപിമാർ ചോദിച്ചില്ല. ഗോപാലൻ പറഞ്ഞതുമില്ല. കേട്ട പാതി കേൾക്കാത്ത പാതി ഗോപികമാർ യമുനയെ ലക്ഷ്യമാക്കി ഓടാൻ തുടങ്ങി. ഭർത്താവിന് ചോറ് വിളമ്പുകയായിരുന്ന ഗോപിക തവി കൊണ്ടുകൂടിയാണ് ഓടുന്നത്. മുറ്റം തൂത്തുകൊണ്ടിരിക്കുകയായിരുന്നവളോ ചൂലെടുത്ത് പിടിച്ചുകൊണ്ട് ഓടുന്നു. നെല്ല് കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്ന ഗോപികയാവട്ടെ ഓടുമ്പോൾ കയ്യിൽ ഉലക്കയുണ്ട്. ഒരു കണ്ണ് എഴുതി കഴിഞ്ഞ് ഗോപികയാകട്ടെ അങ്ങനെ തന്നെ ഓടുകയാണ്. അങ്ങനെ ഓരോരുത്തരും കേട്ട മാത്രയിൽ ഓടുകയാണ്. ഗോപാലവേഷം കിട്ടിയ കൃഷ്ണനാവട്ടെ ചിരിച്ച് ചിരിച്ച് പോവുകയും ചെയ്തു. രാധയുടെ വീട്ടിലും എത്തി കണ്ണൻ. രാധയോടും പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ രാധ പറഞ്ഞു, നീ ഓടി ഓടി തളർന്നു വന്നിരിക്കുകയല്ലേ, അകത്ത് കയറിയിരിക്കൂ. ഇല്ലില്ല, എളുപ്പം പോകണം. ആദ്യം ചെല്ലുന്നവരുമായിട്ടാണ് കൃഷ്ണൻ നൃത്തം ചെയ്യുന്നത്. കൃഷ്ണൻ പറഞ്ഞു, എന്തായാലും നീ കയറിയിരിക്കൂ. ക്ഷീണിച്ചു വന്നതല്ലേ, അല്പം പാൽ കുടിച്ചിട്ട് പോകൂ, രാധ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ മുടന്തി വരാന്തയിലേക്ക് കയറി. എന്താണ് നീ നടക്കുമ്പോൾ ഒരു മുടന്ത്? രാധ ചോദിച്ചു. കൃഷ്ണൻ പറഞ്ഞു, ഓടുന്നതിനിടയിൽ കാലിലൊരു മുള്ളുകൊണ്ട്. ഓടി ഓടി ഇങ്ങനെ വന്നതല്ലേ, അപ്പോൾ കാലിലൊരു ചെറിയ മുള്ളു കൊണ്ടുപോയി. എന്നാ കയറിയിരിക്കൂ, ഞാനതെടുത്തു തരാം. വേണ്ട വേണ്ട, മുള്ളെടുത്തുകൊണ്ട് ഇവിടെ ഇരുന്നാലേ കൃഷ്ണനുമായി നൃത്തം ചെയ്യാൻ പറ്റില്ല. വേഗം പോകണം, ഭഗവാൻ രാധയോട് പറഞ്ഞു. ഇതിന് രാധ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? നിന്റെ കാലിൽ മുള്ളെടുക്കാതെ ഞാൻ പോയാൽ ഭഗവാനുമായി നൃത്തം ചെയ്യുമ്പോൾ പോലും എനിക്ക് നന്നായി നൃത്തം ചെയ്യാൻ പറ്റില്ല. മനസ്സ് മുഴുവന് ഈ മുള്ളായിരിക്കും എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ കൊള്ളുന്നത്. ഭഗവാനോടൊത്ത് നൃത്തം ചെയ്യാൻ പറ്റില്ല എന്നും വരാം. പക്ഷേ എനിക്ക് ദൂരെ നിന്നെങ്കിലും കണ്ടുകൊണ്ടിരിക്കാമല്ലോ. അതുകൊണ്ട് നീ കയറിയിരിക്കൂ. ഇത് പറഞ്ഞ് ഭഗവാന്റെ കാലെടുത്തു രാധാറാണി മുള്ളെടുക്കാൻ തുടങ്ങി. രാധാറാണി മുള്ളെടുക്കാൻ തുടങ്ങിയപ്പോൾ ഗോപാലവേഷം കെട്ടിയ കൃഷ്ണൻ ഒളിപ്പിച്ചു വെച്ച ഓടക്കുഴൽ ചുണ്ടോട് ചേർത്തു. അവിടെ പരന്നൊഴുകിയ നാഥാമൃതം കേട്ട് രാധയുടെ കണ്ണിൽ നിന്നും ധാരധാരയായി ഒഴുകിയ കണ്ണീർ ഭഗവാന്റെ പാദത്തിൽ വീണു. പിന്നീട് ഭഗവാൻ നൃത്തം ചെയ്യിച്ചത് രാധയോടൊപ്പമായിരുന്നു. ഇതാണ് പറഞ്ഞത്, കർത്തവ്യങ്ങൾ വിട്ട് ഓടുന്നത് ഭക്തിയല്ല നമുക്ക് വേണ്ടത്. വേദനിക്കുന്നവർക്ക് സാന്ത്വനമേകാതെ ഓടുന്ന ഭക്തിയല്ല എന്ന്. മറ്റുള്ളവരോട് കരുണ കാണിച്ചിട്ട് വേണം പ്രാർത്ഥനകളിൽ മുഴുകാൻ. സഹജീവികളോട്, ജീവജാലങ്ങളോട് കരുണ കാണിച്ചതിന് ശേഷം ഭക്തിയിൽ മുഴുകാൻ എല്ലാവർക്കും സാധിക്കട്ടെ.
അതാവും യഥാർത്ഥ ഭക്തി, കരുണ കാണിച്ചതിന് ശേഷമുള്ള ഭക്തി. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.